ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പം ആ ടോപ്പിക് അതിന്റെ ലാസ്റ്റ് കട്ടായി പോയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇനി പഠിപ്പിക്കാൻ പോകുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. പെർമിയബിലിറ്റി എന്ന് പറയുന്ന ടേം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പെർമിയബിൾ എന്ന് വെച്ചാല് എല്ലാത്തിനെയും ഇപ്പൊ നോക്കി നമ്മൾ ഒരു ചായ ഉണ്ടാക്കി, ചായ അരിപ്പയോടെ അരിക്കുവാണ്. അരിപ്പയോടെ എല്ലാം താഴേക്ക് പോവോ? ഇല്ല, ആ ചായപ്പൊടി അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അതിന്റെ അർത്ഥം ആ അരിപ്പ പെർമിയബിൾ അല്ല. അത് സെലക്റ്റീവ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ മാത്രമാണ് ആ കപ്പിലേക്ക് വിടുള്ളൂ. അതായത് വെള്ളത്തിനെ മാത്രമാണ് അത് പെർമിയബിൾ ആയിട്ടുള്ളൂ. അരിപ്പ വെള്ളത്തിനെ മാത്രമാണ് പെർമിയബിൾ ആക്കി വിടുള്ളൂ. ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടിനെ അങ്ങനെ തന്നെ കിടത്തും. ചായപ്പൊടി കാപ്പിപ്പൊടി പോലെയുള്ള സോളിഡ് ആയിട്ടുള്ള സംഭവങ്ങളോട് ആ അരിപ്പ പെർമിയബിലിറ്റി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് താഴേക്ക് പോകാതിരുന്നത്, അല്ല? അതുപോലെ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് സെല്ല് പെർമിയബിൾ ആണ്, സെലക്റ്റീവില് പെർമിയബിൾ ആണ്. അതിന്റെ അർത്ഥം എല്ലാത്തിനെയും സെല്ലിന്റെ ഉള്ളിലേക്ക് എടുക്കില്ല. ഓക്കെ, ചില സാധനങ്ങൾ മാത്രമാണ് എടുക്കുള്ളൂ. അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടേം ആണ് ഡിഫ്യൂഷൻ. ഞാൻ ചാറ്റ് ബോക്സിൽ അതിന്റെ സ്പെല്ലിംഗ് ഇട്ട് വെച്ചേക്കാം. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്: മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ദി റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഫ്രം ദി റീജിയൻ ഓഫ് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ദി റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് എളുപ്പത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ചന്ദനത്തിരി നമ്മുടെ വീടിന്റെ ഒരു റൂമില് ഒരു മൂലയിൽ കത്തിച്ചു വെച്ചേക്കാം. അപ്പൊ കത്തി കഴിയുമ്പം ആ മൂലയിലായിരിക്കും ഏറ്റവും കൂടുതൽ പുക ഉണ്ടാവുക. ഈ പുക എന്ന് പറയുന്നത് എന്താ? മോളിക്യൂളുകളാണ് അതിന്റെ അകത്ത് ഉള്ളത്, അല്ല? ഈ മോളിക്യൂൾ മൂവ് ചെയ്തിട്ടാണ് ആ വീട് ഫുൾ ആ ചന്ദനത്തിരിയുടെ ചാപ്റ്റർ മൊഡ്യൂൾ 2 ചന്ദനത്തിരിയുടെ സ്മെല്ല്. ഈ മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോഴാണ് ചന്ദനത്തിരിയുടെ സ്മെല്ല് ഫുള്ളായിട്ട് പരക്കുന്നത്. പുകയുടെ അകത്ത് എന്തെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു സ്ഥലത്ത് തീ കൂട്ടിയിട്ട് അതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ കത്തുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് സ്മെല്ലടിക്കും. ഓക്കെ, എനിവേ, അപ്പം ഞാൻ പറഞ്ഞ ഡെഫിനിഷനും എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ചന്ദനത്തിരി ഒരു മൂലയ്ക്ക് കത്തിച്ച് വെക്കുകയാണ്. അപ്പൊ ആദ്യം ആ മൂലയിലായിരിക്കും പുക. അതിന്റെ അർത്ഥം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹൈ കോൺസെൻട്രേഷനിൽ മോളിക്യൂളുകൾ ഉള്ളത്. ഓക്കെ, അവിടെ മോളിക്യൂളുകളുടെ എമൗണ്ട് കൂടുതലാണ്. ഇനി അപ്പുറത്തെ റൂം അല്ലെങ്കിൽ ഹാള്, അവിടെ ഒന്നും ഇപ്പം പുകയില്ല. അവിടെയൊക്കെ ലോ കോൺസെൻട്രേഷനിലാണ് മോളിക്യൂൾ ഉള്ളത്. ഇത് മനസ്സിലായില്ലേ? ഇനി കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ മോളിക്യൂൾ ഇങ്ങനെ മൂവ് ചെയ്യും. ഹൈ കോൺസെൻട്രേഷൻ ആണ് മൂലയിലുള്ളത്. അവിടെ നിന്ന് മൂവ് ചെയ്ത് ആ വീടിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തും. ഹാള്, ബാക്കിയുള്ള അടുക്കള, ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ലോ കോൺസെൻട്രേഷൻ ആയിരുന്നു. അങ്ങോട്ടേക്ക് എല്ലാം ഇപ്പം പുകയെത്തി. അങ്ങനെ എല്ലാവർക്കും ആ ചന്ദനത്തിരിയുടെ സ്മെല്ല് കിട്ടും. അതാണ് ആ ഡെഫിനേഷനിൽ ഞാൻ പറഞ്ഞ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ. ഇവിടെ എവിടെയായിരുന്നു ഹൈ കോൺസെൻട്രേഷൻ? ചന്ദനത്തിരി കത്തിച്ച് വെച്ച മൂലയില്. ടു ലോവർ കോൺസെൻട്രേഷൻ, അതായത് ബാക്കിയുള്ള റൂമുകളിൽ. അതായത് ബാക്കിയുള്ള റൂമുകളിലൊന്നും ഈ ചന്ദനത്തിരിയുടെ സ്മെൽ ഇല്ലല്ലോ, അങ്ങോട്ടേക്ക് എത്തുന്നേലേ ഉള്ളൂ. അതാണ് ഡിഫ്യൂഷൻ. അതിന് പല എക്സാമ്പിളുകൾ പറയും. ഇപ്പൊ ഒരു പൂവ് വിരിയുന്നത്, പൂവ് വല്ലവരുടെയും വീട്ടിലായിരിക്കും വിരിയുന്നത്. ചിലപ്പോൾ എല്ലാ പൂവിന്റെയും സ്മെല്ല് കിട്ടില്ല. എനിക്ക് തോന്നുന്നു മന്ദാരോ നിശാഗന്ധിയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ സ്മെല്ലാണ് കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ മുല്ലപ്പൂവ്, അല്ലെ? അതൊക്കെ ഈ ഡിഫ്യൂഷനിൽ വരുന്നതാ. ആ കുറെ ഉള്ള സ്ഥലത്ത് നിന്നും കുറവുള്ള സ്ഥലത്തേക്ക് അതിന്റെ സ്മെല്ലിന്റെ മോളിക്യൂളുകൾ പോകുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ കിച്ചണിൽ കറി വെക്കുന്ന സമയത്തായിക്കോട്ടെ അങ്ങനെയാണ്, അല്ലെ? നമ്മളിപ്പം ഒരു ഹോട്ടലിന്റെ പുറത്തേക്കൂടെ പോകുന്നുണ്ടാവുള്ളൂ, പക്ഷെ അതിന്റെ അടുക്കളയിലുള്ള സ്മെല്ല് നമുക്ക് അടിക്കും. അതെല്ലാം ഡിഫ്യൂഷനിലാണ് വരുന്നത്. ഇനി അടുത്തൊരു ടേമാണ് ഓസ്മോസിസ്. രണ്ടിന്റെയും ഡെഫിനേഷൻ ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരു എക്സ്ട്രാ സംഭവം ഓസ്മോസിസിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഡിഫ്യൂഷന്റെ ഡെഫിനേഷൻ അങ്ങനെയായിരുന്നു: മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആയിരുന്നു. ഓസ്മോസിസിലേക്ക് വരുമ്പം സംഭവം എങ്ങനെയാണ്? മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം
സെയിം തന്നെ, ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, അതുവരെ കറക്റ്റാ. ഇൻ അഡീഷൻ ടു ദാറ്റ്, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. പെർമിയബിലിറ്റി എന്താന്ന് ഞാൻ ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞുള്ളൂ. ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അതാണ് ഓസ്മോസിസ്. ഓക്കെ, ഓസ്മോസിസ്, മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതായത് ഇവിടെ ഹൈ കോൺസെൻട്രേഷനിലുള്ള മോളിക്യൂളുകൾ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോവുകയാണ്, ഡിഫ്യൂഷനെ പോലെ തന്നെ. പക്ഷേ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഡിഫ്യൂഷനിലെ ചന്ദനത്തിരി കത്തിച്ച് ബാക്കി എല്ലാ റൂമുകളിലേക്കും പരക്കുന്നത്, അതിന്റെ ഇടയിൽ എന്തെങ്കിലും പെർമിയബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ? ഇല്ല. ഇനി അത് ഒന്നും തന്നെ ഇല്ല. പക്ഷെ നോക്കിയേ, ഓസ്മോസിസിലാണെങ്കിൽ അങ്ങനെ ഉണ്ട്. അതാണ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിളുകൾ പറയുമ്പം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനു മുന്നേ ഞാൻ 3 കണ്ടീഷൻ പറയാണ് ഓസ്മോസിസിൽ: ഹൈപ്പോടോണിക്, ഹൈപ്പർ ടോണിക്, ഐസോടോണിക്. ഹൈപ്പോടോണിക് എന്ന് പറഞ്ഞാല് ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം എടുക്കുവാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ അടക്കം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം ഓസ്മോസിസിൽ നമ്മൾ 3 കണ്ടീഷനുകളാണ് എടുക്കുന്നത്: ഹൈപ്പോടോണിക്, ഹൈപ്പർ ടോണിക്, ഐസോടോണിക്. ഹൈപ്പോടോണിക് എന്ന് പറയുമ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഇത് തന്നെയാണ്. റെയ്സിൻസ് ഇല്ലേ, നമ്മുടെ ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ആ മുന്തിരി വെയിലത്ത് വെച്ച് ഉണക്കി അതിന്റെ നീരെല്ലാം വറ്റിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? ആ മുന്തിരിയുടെ അകത്ത് ഒരു തുള്ളി വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവില്ല. റേസിൻസ് എപ്പോഴും ഡ്രൈ ആയിരിക്കും. ഈ ഉണക്കമുന്തിരി നമുക്കറിയാം, വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാല് അത് കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പം അത് അതിന്റെ പഴയ ടേർജ്ഡ് ആവും, അത് അല്ലെ, ഉണ്ട പോലെ ആവും, പഴയ രീതിയിലേക്ക് അത് വരും. അപ്പൊ അത് എന്തിന്റെ റീസൺ നിങ്ങൾക്കറിയാം? മുന്തിരിയുടെ ഉള്ളിലേക്ക്, ഉണക്കമുന്തിരിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് കൊണ്ടാവുന്നത്, അല്ലെ? അതാണ് ഹൈപ്പോടോണിക് എന്ന് പറയുന്നത്. കാരണം എന്താ? മുന്തിരിയിൽ നമ്മളൊരു സെല്ലായിട്ടാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഞാൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ഇങ്ങനെയാണ് വരുന്നത്. മുന്തിരി ഉണങ്ങിയിരിക്കുന്ന, ഒട്ടും വെള്ളമില്ല, സീറോ വാട്ടർ കണ്ടന്റ് ആണ് ഇൻ റൈസിൻ. ഇനി ഒരു കപ്പിൽ വെള്ളം എടുക്കുവാണ്, മുന്തിരി അവിടെ ഇടുവാണ്. അപ്പൊ മുന്തിരിയുടെ തോടിനെ നമ്മളൊരു പെർമിയബിൾ സംഭവമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഈ മുന്തിരി ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, അതിന്റെ ഉള്ളില് ഇപ്പൊ നമ്മൾ ഉപ്പിലിടുന്ന, ഇപ്പൊ ക്യാരറ്റ് എല്ലാം തന്നെ ആ ഉപ്പ് വെള്ളത്തിനൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും, അല്ലെ? കാരണം അതിന്റെ ബോഡി പെർമിയബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഈ വെള്ളം കൂടുതലുള്ള ഗ്ലാസ്സിൽ നിന്നും വെള്ളം ഒട്ടുമില്ലാത്ത ഉണക്കമുന്തിരിയുടെ ഉള്ളിലേക്ക് ഈ വെള്ളം കയറും. അങ്ങനെയാണ് ഉണക്കമുന്തിരി വലുതാകുന്നത്. നമ്മുടെ ഡെഫിനീഷൻ എന്തായിരുന്നു? മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ. ഇവിടെ വാട്ടർ ആണ്, അതുകൊണ്ട് വാട്ടർ മോളിക്യൂൾ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. നമ്മുടെ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ വെള്ളം കൂടുതലുള്ളത് ഹൈ കോൺസെൻട്രേഷൻ എവിടെ? ഓക്കെ, ഇവിടെ കറണ്ട് പോയായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കറണ്ട് പോയപ്പം ലിഫ്റ്റ് ആയിപ്പോയി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യട്ടോ, അല്ലാതെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തായാലും ഹൈപ്പർ ടോണിക് എന്ന് പറഞ്ഞ അതാണ്. അപ്പൊ എന്താണ്?
നമ്മുടെ ഓസ്മോസിന്റെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ, ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ളത് ഗ്ലാസിന്റെ അകത്താണ്, ടു ലോവർ കോൺസെൻട്രേഷൻ, ഒട്ടും വെള്ളമില്ലാത്തത് മുന്തിരിയുടെ അകത്താണ്, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രൈൻ, ഇവിടുത്തെ മെംബ്രൈൻ ആണ് ഉദ്ദേശിക്കുന്നത് റേസിൻസിന്റെ തോടാണ്. അപ്പൊ അത് ക്ലിയർ ആയില്ല, അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടോണിക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൈപ്പോടോണിക് എന്ന് പറയുമ്പം എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നത്, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മാങ്ങയാണ്. ഇപ്പൊ നമ്മൾ ഒരു ഒരു വലിയൊരു ഭരണി എടുത്തിട്ട് നമ്മൾ മാങ്ങ ഉപ്പിലിടാൻ പോവാ. അപ്പൊ ഉപ്പ് കൂടുതൽ എവിടെയാ? ഉപ്പിന്റെ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപ്പുള്ളത്. മാങ്ങേനേക്കാൾ ഉപ്പിന്റെ വെള്ളത്തിലായിരിക്കും. അതിലേക്ക് നമ്മൾ മാങ്ങ ഇടുവാണ്. കുറച്ച് നാള് കഴിയുമ്പം എന്താ സംഭവിക്കുക? കുറച്ച് നാള് കഴിയുമ്പം ഈ മാങ്ങയെല്ലാം ചുരുങ്ങി ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അതാണ് ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോവാണ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രൈൻ. ഇവിടുത്തെ മെംബ്രൈൻ എന്ന് പറയുന്നത് മാങ്ങയുടെ തൊണ്ടാണ്. ഹൈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഉപ്പുവെള്ളം, ലോവർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മാങ്ങയോ ക്യാരറ്റോ എന്തുകൂട്ടാ നമ്മൾ ഇടുന്നത് അത്. ഓക്കെ, അപ്പൊ ഈ മാങ്ങയുടെ ഉള്ളിലെ വെള്ളം ഇറങ്ങി പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ ഉപ്പുള്ള വെള്ളമല്ലേ, അപ്പൊ ഈ വെള്ളത്തിൽ നിന്നും ഉപ്പ് കുറവുള്ള മാങ്ങയുടെ ഉള്ളിലേക്ക് ഉപ്പ് കയറിപ്പോവും, സൊല്യൂട്ട് കൂടിപ്പോവും. അങ്ങനെയാണ്. ഓക്കെ, അതാണ് ഹൈപ്പോടോണിക്. പിന്നെ ഐസോടോണിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷന്റെ അകത്ത് എന്തിട്ടാലും അത് ചുരുങ്ങുകയും ഇല്ല, വീർക്കുകയും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ തന്നെ കിടക്കും. ഓക്കെ, അതാണ് ഐസോടോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഹൈപ്പോടോണിക്, ഹൈപ്പർടോണിക്, ഐസോടോണിക് അങ്ങനത്തെ കണ്ടീഷൻസ് ചോദിച്ചു എന്ന് വരുമ്പോൾ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് എന്താ, നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് ഓസ്മോസിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാനാ പറയാ. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, കണ്ടീഷൻസ് എടുത്ത് ചോദിക്കുന്നില്ലല്ലോ. ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ എന്നൊന്നും കണ്ടീഷൻ എടുത്ത് ചോദിക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, മാങ്ങ അല്ലെങ്കിൽ മുന്തിരി, എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, പിന്നെ അടുത്തതാണ് ഇംബൈബിഷൻ. ഇംബൈബിഷൻ എന്ന് പറയുമ്പം എപ്പോഴും ഈ 3 എണ്ണത്തിൽ ഇപ്പൊ ഡിഫ്യൂഷൻ ചന്ദനത്തിരിയാണ്, ഓസ്മോസിസ് മാങ്ങയും മുന്തിരിയാണ്. ഇംബൈബിഷൻ എപ്പോഴും ഒരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പം ഇപ്പൊ നമ്മള് കടലയൊക്കെ എങ്ങനെ ഇരിക്കുന്നത്, ഉണങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ പയർ, ഇതെല്ലാം ഉണക്കിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പം പിറ്റേ ദിവസം അത് വീർക്കും അല്ലെ. അതേപോലെ മറ്റേ എന്താ പറയുക, ഗ്രീൻ പീസ്, ഇതെല്ലാം ഉണക്കി വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, നമ്മളത് വെള്ളത്തിലിട്ട് വീർപ്പിച്ച് ഇതാക്കുന്നു, പിറ്റേ ദിവസം നമ്മൾ കറി വെക്കുന്നു, അങ്ങനെ ചെയ്യുന്നത്. അതാണ് ഇംബൈബിഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ വരാം, ഇംബൈബിഷനിലും അതേപോലെ മുന്തിരിയുടെ മുന്തിരിയിലാണെങ്കിലും ഇപ്പം കടല, പരിപ്പ് അങ്ങനെയുള്ളതിലാണെങ്കിലും ഒട്ടും വെള്ളമില്ല, രണ്ടിന്റെ ഉള്ളിലേക്കും വെള്ളം കയറുവാണ്. പിന്നെ ഈ കടലയും പരിപ്പും പയറും എന്തുകൊണ്ടാണ് ഓസ്മോസിസില് ഹൈപ്പോടോണിക്കില്, മുന്തിരിയുടെ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, അതിൽ പെടുത്താത്തത് എന്ന് വെച്ചാല് മുന്തിരി വളരെ സോഫ്റ്റ് ആണ്, പക്ഷെ കടല, പരിപ്പ്, പയറ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കുറച്ച് കട്ടി, ഹാർഡ് ആയിട്ടുള്ളതാണ്. അതാണ് ഇംബൈബിഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ചിലപ്പം ചോദിക്കാറുണ്ട് ഇംബൈബിഷൻ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഇംബൈബിഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ സോളിഡ് സബ്സ്റ്റൻസസ്. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഒരു തവണ ചോദിച്ചത് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, ഓസ്മോസിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതാനായിരുന്നു. അതിൽ കൊടുത്തിരുന്നത് ഉണക്കമുന്തിരിയുടെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ പയറിന്റെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഡൗട്ടോ, ഇതെന്താ സംഭവം എന്നൊരു ചിലപ്പോൾ ഡൗട്ട് വരും. ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ പയറ്, പരിപ്പ്, കടല ഒന്നും വരില്ല, അതെല്ലാം തന്നെ കട്ടിയുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് ഓസ്മോസിസിലെ ഹൈപ്പോടോണിക്കിൽ അതൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഹൈപ്പോടോണിക് എപ്പോഴും റേസിൻസ്, ഉണക്കമുന്തിരിയാണ് വരിക, കാരണം അത് സോഫ്റ്റ് ആയതുകൊണ്ട്. ഇംബൈബിഷൻ എന്ന് പറയുമ്പം വെള്ളമുള്ള സ്ഥലത്ത് നിന്നും വെള്ളം ഇല്ലാത്ത, അതായത് കടല, പരിപ്പിന്റെ ഉള്ളില് ഒട്ടും വെള്ളമില്ല, അങ്ങോട്ടേക്കാണ് കയറുന്നത് എങ്കിൽ പോലും അതെല്ലാം സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. അതാണ് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത. അത്രയേ ഉള്ളൂ. പിന്നെ സ്റ്റൊമേറ്റി ഒക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ഇനി അടുത്തത്
ഇനി അടുത്തത് സ്റ്റൊമേറ്റയുടെ സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതില് ഞാൻ പറഞ്ഞായിരുന്നു രാത്രി സമയങ്ങളിൽ സ്റ്റൊമേറ്റ അടഞ്ഞിരിക്കും, പകൽ സമയങ്ങളിൽ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്, എന്തിനാണ് ആ ഒരു സമയത്ത് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. ഫസ്റ്റ് ലൈറ്റ് ഉള്ള സമയത്ത് പകൽ സമയങ്ങളിൽ എന്ന് പറയുവാണെങ്കിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും ആ ഒരു സമയത്ത്. എന്തിനാണ് ഈ ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ ചെടികൾ വലിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് സൺലൈറ്റ് ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സൺലൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പകൽ സമയങ്ങളിലാണ്. ആ സമയത്ത് മാക്സിമം കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫുഡ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് കുറെ വലിച്ചെടുക്കുന്ന കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് ഇവരുടെ ബോഡിയിൽ കൂടും. അതിന്റെ ഫലമായിട്ട് pH കൂടുതലായിട്ട് വരും ഇവരുടെ ബോഡിയിൽ. ഈ pH കൂടുമ്പം ബോഡിയിലുള്ള സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റാർച്ച് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പം ഷുഗറിന്റെ എമൗണ്ട് ഇവരുടെ ബോഡിയിൽ കൂടുതലായിട്ട് വരും. ഓക്കെ, ഷുഗറിന്റെ എമൗണ്ട് കൂടുതലായിട്ട് വരും. അപ്പം ഈ ഇത്രയും പ്രോസസ്സ് നടന്ന കാരണം ഒരുപാട് വാട്ടർ ഇവരുടെ ബോഡിയുടെ അകത്ത്, സോറി വാട്ടർ അല്ല, ഒരുപാട് വേസ്റ്റ് മെറ്റീരിയലുകൾ ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എന്താ പറയാ, നമ്മൾ ഫുഡ് കുറെ കഴിച്ചു കഴിഞ്ഞാൽ കുറെ എത്ര കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ നിന്ന് അത് എലിമിനേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് യൂറിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ രാവിലെ സമയത്ത് കുറെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു, അതിന്റെ ഫലമായിട്ട് pH കൂടുന്നു, സ്റ്റാർച്ച് ഷുഗറായി മാറുന്നു. അങ്ങനെ അങ്ങനെ കുറെ പ്രോസസ്സ് നടക്കുന്ന കാരണം ഇവരുടെ ബോഡിയിൽ നിന്ന് എക്സസ് ആയിട്ട് ഉണ്ടാകുന്ന, നമുക്ക് യൂറിൻ പോലെ ഇവർക്ക് എക്സസ് ആയിട്ട് വാട്ടർ ഉണ്ടാവും. ആ വാട്ടറിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഈ സ്റ്റൊമേറ്റ ഓപ്പൺ ആവും. പക്ഷെ സ്റ്റൊമേറ്റയിലൂടെ വാട്ടർ പോകുന്നത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടല്ല, മറിച്ച് ആവിയായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ഇനി നൈറ്റ് ടൈമിലാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്, രാത്രിയാണ്, സൂര്യനില്ല, അപ്പം ഫോട്ടോസിന്തസിസ് നടക്കില്ല. അതിന്റെ ഫലമായിട്ട് ഇവർ വളരെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രമാണ് അകത്തേക്ക് എടുക്കുള്ളൂ. ഇതിന്റെ ഫലമായിട്ട് അവരുടെ ബോഡിയിലെ pH കുറയും. അങ്ങനെ ഷുഗർ ഓപ്പോസിറ്റ്, നേരത്തെ സ്റ്റാർച്ച് ഷുഗർ ആയിരുന്നു, ഇത് തിരിച്ച് കൺവേർട്ട് ചെയ്യും, ഷുഗർ സ്റ്റാർച്ച് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ വലിയ കാര്യമായിട്ട് ഇവരുടെ ബോഡി, നമ്മൾ വെള്ളം കുടിക്കാതിരുന്ന നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ തോന്നും ഇല്ല. അതേപോലെ ഇവരുടെ ബോഡിയിൽ പ്രത്യേകിച്ച് പ്രവർത്തനങ്ങൾ നടക്കാത്ത കാരണം എക്സസ് ആയിട്ടുള്ള വെള്ളം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് സ്റ്റൊമേറ്റയുടെ ആവശ്യം വരാറില്ല. അതെപ്പോഴും അടങ്ങി തന്നെയായിരിക്കും ഇരിക്കുക രാത്രി സമയങ്ങളിൽ. രാത്രി ഓപ്പൺ ആകുന്നതാണ് ഹൈഡാത്തോൾ. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ന്യൂട്രീഷന്റെ ഇതാണ്. ചെടികളുടെ ന്യൂട്രീഷൻ, ഇപ്പൊ നമുക്ക് കാൽഷ്യം പൊട്ടാസ്യം എല്ലാം നമ്മൾക്ക് ആവശ്യമാണ് അല്ലെ. അതുപോലെ ചെടികൾക്കും കുറേ സംഭവങ്ങൾ ആവശ്യമാണ്. അവരുടെ ഗ്രോത്തിനും അവരുടെ ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട് കുറെ സംഭവങ്ങൾ അവരുടെ ബോഡിയിലേക്ക് അവർക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് രീതിയിലാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് വരുന്നത്. ഏകദേശം 17ഓളം എലമെന്റുകളാണ് പ്ലാന്റ്സിന്. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത്. ഓക്കെ,
17ഓളം എലമെന്റുകൾ പ്ലാന്റ്സിന് അത്യാവശ്യമാണ്. ഓക്കെ, മെയിൻ ആയിട്ടും മൈക്രോ എലമെന്റുകൾ, മാക്രോ എലമെന്റുകൾ, ഇങ്ങനെ 2 തരത്തിലുണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റുകൾ. മൈക്രോ എലമെന്റ് എന്ന് വെച്ചാൽ ഇവരുടെ ബോഡിയിലേക്ക് ഇത് വേണം, കമ്പൽസറി ആയിട്ട് വേണം, പക്ഷെ കുറച്ച് എമൗണ്ട് മതി. അതിന്റെ എക്സാമ്പിൾ ആണ് ഇത് പഠിക്കണേ: മാംഗനീസ്, ബോറോൺ, കൊബാൾട്ട്, കോപ്പർ, മോളിബ്ഡേനം, അയേൺ, സിങ്ക് ആൻഡ് ക്ലോറിൻ. ഇതെല്ലാം ആവശ്യമാണ്, കുറച്ച് എമൗണ്ട് മതി. ഇൻ കേസ് അതില്ല, അത് ഡെഫിസിറ്റ് ആവുകയാണെങ്കിൽ അതനുസരിച്ച് രോഗങ്ങളും വരും. മാക്രോ എലമെന്റ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ടിൽ ഇവരുടെ ബോഡിയിലേക്ക് ആവശ്യമാണ്. എക്സാമ്പിൾ ആണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, നൈട്രജൻ, സൾഫർ. ഓക്കെ, ഇനി അടുത്തത് ഇനി മൈക്രോ എലമെന്റ് നിങ്ങൾ പഠിച്ചോളണം. ഇതിൽ മാക്രോ എലമെന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മാക്രോ എലമെന്റുകൾ ഇപ്പം വായിച്ചില്ലേ കുറെ, അതൊക്കെ അത് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് നമുക്ക് പറയാം. ആദ്യം കാർബൺ. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് കളയുന്ന കാർബൺ ആണ് അവർ വലിച്ചെടുക്കുന്നത്. ഏത് ഫോമിലെ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോമിൽ. ഓക്സിജനും എയറിൽ നിന്നുമാണ് കിട്ടുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുമ്പം വാട്ടറിൽ നിന്നുമാണ് കിട്ടുന്നത്. നൈട്രജൻ പല രീതിയിൽ കിട്ടാം, മണ്ണിൽ നിന്നും കിട്ടാം, അല്ലെങ്കിൽ ഇടിമിന്നലിന്റെ സമയത്ത് കിട്ടാം. ബാക്കി പൊട്ടാഷ്യം, കാൽഷ്യം, അയേൺ, ഫോസ്ഫറസ്, സൾഫർ, മഗ്നീഷ്യം ഇതെല്ലാം തന്നെ വേര് സോയിലിൽ നിന്നും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാനിപ്പോ ഈ പറഞ്ഞ ഓരോ എലമെന്റുകൾ വായിക്കാം. ഈ ഓരോ എലമെന്റുകളുടെയും ഫങ്ഷൻ എന്താന്ന് പറയും. അതേപോലെ ഏത് ഭാഗങ്ങളിലേക്കാണ് ഇത് കൂടുതലായിട്ട് ആവശ്യം. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ കാൽഷ്യം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ല്, പല്ല്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കാണ് അല്ലെ. ഫസ്റ്റ് തന്നെ നൈട്രജൻ. അതിന്റെ കെമിക്കലി നമ്മൾ അതിനെ N എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നൈട്രജൻ ആസ് N. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അമൈനോ ആസിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻ ഇതിന്റെയൊക്കെ സിന്തസൈസിന് വേണ്ടി. ഏത് ഭാഗത്തേക്കാന്ന് വെച്ചാല് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലേക്ക്. അതായത് മറ്റേ പ്ലാന്റിന്റെ ചാപ്റ്റർ തുടങ്ങിയപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, വേരുകളില് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, അതായത് ഡിവൈഡിങ്, നോൺ ഡിവൈഡിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മെരിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാല് ഡിവൈഡിങ് സെൽസ് ഉള്ള ഏരിയ ആണ്. രണ്ടാമത്തത് ഫോസ്ഫറസ്, റെപ്രസെന്റ് ചെയ്യുന്നത് പി വഴിയായിട്ട്, പി വെച്ചിട്ടാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ്, ഫോസ്ഫോലിപ്പിഡ് ഇതിന്റെയൊക്കെ സിന്തസൈസ് ആണ്. മെയിൻ ആയിട്ടും ഇത് കാണുന്നത് യങ് ആയിട്ടുള്ള ടിഷ്യൂസിലാണ്. ഇനി അടുത്തത് പൊട്ടാസ്യം, കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ബഡ്, ലീവ്സ്, റൂട്ട് ടിപ്പ് ഇവിടെയൊക്കെയാണ് കാണുന്നത്. ഇതെന്ന് പറയുവാണെങ്കിൽ സ്റ്റൊമേറ്റയുടെ ഓപ്പണിംഗ്, ഇതേപോലെ സ്റ്റൊമേറ്റയുടെ ക്ലോസിങ്, സ്റ്റൊമേറ്റയുടെ ഓപ്പണിംഗ്, സ്റ്റൊമേറ്റയുടെ ക്ലോസിങ്, അതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കുറെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഒന്നോ രണ്ടോ പഠിച്ചാൽ മതി. എളുപ്പമുള്ളത് നോക്കിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി അടുത്തത് കാൽസ്യം, CA ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് കോമൺ ആയിട്ട് കാണുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലീവ്സ് ഇല്ലേ, അതിലാണ്. ഫങ്ഷൻ സെൽ ഡിവിഷൻ, സെൽ എൻലാർജ്മെന്റ്. മഗ്നീഷ്യം Mg പ്ലാന്റിന്റെ ലീവ്സിൽ കാണപ്പെടുന്നു, ഫോസ്ഫേറ്റിന്റെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. സൾഫർ S സ്റ്റെം, റൂട്ട് ടിപ്പ്, യങ് ലീവ്സ് ഇവിടെയാണ് കാണപ്പെടുന്നത്. പിന്നെ നൊഡ്യൂൾ ഫോർമേഷൻ ലെഗ്യൂം, അതായത് ഉദ്ദേശിക്കുന്നത് റൂട്ടില് പയറ് പോലെയുള്ള ലെഗ്യൂം പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്ന പയറ് പോലെയുള്ള ചെടികൾ. അപ്പം പയറ് പോലെയുള്ള ചെടികളുടെ വേരെടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ കുഞ്ഞു കുഞ്ഞു ഉണ്ട പോലെ കാണാനായിട്ട് സാധിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് നൈട്രജൻ ആവശ്യമാണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ നൊഡ്യൂളിന്റെ ഫോർമേഷന് വേണ്ടി സൾഫർ നെസസറി ആണ്. അയേൺ Fe ലീവ്സിലും സീഡിലും. എൻസൈമിനെ, അവരുടെ ബോഡിയിലെ എൻസൈമിനെ കെറ്റലൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ മാഗ്നീസ്, മഗ്നീഷ്യം Mg, മാഗ്നീസ് Mn ഇത് എല്ലാ ടിഷ്യൂസിലും കാണപ്പെടും. ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ആ പ്ലാന്റ്സിൽ ഫുള്ള് കാണപ്പെടുന്നത്. നെക്സ്റ്റ് മോളിബ്ഡേനം, MO ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു.
റൂട്ടിലാണ് കാണപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെയുള്ളതാണ് ബോറോൺ. ബോറോൺ എന്ന് പറയുമ്പം ബി, ലീവ്സിലും സീഡിലും കാണപ്പെടുന്നു. വാട്ടറിനെയും കാൽഷ്യത്തിനെയും വലിച്ചെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കോപ്പർ, സിയു എല്ലാ ടിഷ്യൂസിലും കാണും. അതേപോലെ സിങ്കും ക്ലോറിനും എല്ലാം എല്ലാ ടിഷ്യൂസിലും കാണപ്പെടുന്നുണ്ട്. കോപ്പറിന്റെ ഫംഗ്ഷൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇൻവോൾവ് ചെയ്യുക. അതായത് അത് നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് എക്സ്പ്ലനേഷൻ. ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സിങ്ക് ഒരു പ്ലാന്റ് ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലോറിൻ ഒരു സെല്ലിന്റെ അകത്ത് ആനയോൺ കാറ്റയോൺ അതിന്റെ ബാലൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, നേരത്തെ ഞാൻ പറഞ്ഞു പ്ലാന്റ്സിന് ഇതെല്ലാം ആവശ്യമാണ്, മൈക്രോ മാക്രോ എലമെന്റുകളെല്ലാം ആവശ്യമാണ്. പക്ഷെ ഇതിലേതെങ്കിലും ഡെഫിസിറ്റ് ആയി കഴിഞ്ഞാൽ എന്താ, അതിനനുസരിച്ചിട്ടുള്ള അസുഖങ്ങൾ ചെടികളെ ബാധിക്കുന്നു. ഫസ്റ്റത്തെ ഒരു കോമൺ അസുഖം പ്ലാന്റ്സിൽ വരുന്ന ഒരു അസുഖമല്ല, ഒരു ഡെഫിസിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ബോഡി കാണിക്കുന്ന സിംറ്റം ആണ് ക്ലോറോസിസ് എന്ന് പറയുന്നത്. ക്ലോറോസിസ് എന്ന് പറയുമ്പോൾ ചെറിയ ഇല ആയിരിക്കും തന്നെ ആ പ്ലാന്റിന്റെ ലീവ്സ് മഞ്ഞ കളറാണ്. ഓക്കെ, അതിന്റെ കാരണം പൊട്ടാസ്യം, മഗ്നീഷ്യം, നൈട്രജൻ, സൾഫർ, അയൺ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡേനം ഇതെല്ലാം കുറവ് അല്ലെങ്കിൽ ഇതില്ലാത്തത് അതുകൊണ്ടാണ്. നെക്രോസിസ് എന്ന് പറയുമ്പം ടിഷ്യൂ, ഇവരുടെ ബോഡിയിലെ ടിഷ്യൂ ഡെഡ് ആയി പോകും. അതിന് കാരണം മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം ഇതില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഡെഫിസിറ്റ് ആയതുകൊണ്ടാണ്. ഇനി അടുത്തത് സെൽ ഡിവിഷൻ ഇംബൈബിറ്റ് ചെയ്യും. അതായത് ഇവിടെ ഗ്രോത്ത് സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അതിന്റെ കാരണം നൈട്രജൻ, പൊട്ടാസ്യം, ബോറോൺ, സൾഫർ, മോളിബ്ഡേനം ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഇനി പിന്നെ ചില ചെടികളൊക്കെ ഇത് എപ്പോഴും ഇങ്ങനെ വാടിയേ നിൽക്കുള്ളൂ. അതിന്റെ കാരണം വെള്ളം എത്ര ഒഴിച്ചാലും വാടിയേ നിൽക്കുള്ളൂ. അങ്ങനെ വാടി നിൽക്കാനുള്ള കാരണം അതിന് വെള്ളം കിട്ടാത്തതുകൊണ്ട് മാത്രമായിരിക്കില്ല. നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം അല്ല, പൊട്ടാസ്യം, സിങ്ക്, കാൽഷ്യം ഇതിന്റെയൊക്കെ കുറവുകൊണ്ടാണ്. പിന്നെ ചില ഇലകള് പ്രായമാകുന്നതിന് മുന്നേ തന്നെ കൊഴിഞ്ഞു പോകും. അതിന് കാരണം പൊട്ടാസ്യം പിന്നെ ഫോസ്ഫറസ് ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ ചില ചെടികൾ പൂവ് ഇടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, അതിന് കാരണം നൈട്രജൻ, സൾഫർ, മോളിബ്ഡേനം ഇതിന്റെ കുറവുകൊണ്ടാണ്. ഇനി പ്ലാന്റ്സിന്റെ ന്യൂട്രീഷനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് എന്ന് വെച്ചാൽ അവര് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കും, അവർക്ക് ആരെയും ആവശ്യമില്ല. അതിന്റെ എക്സാമ്പിൾ നമുക്ക് ചുറ്റും കാണുന്ന ചെടികൾ, അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് വെള്ളമൊക്കെ വലിച്ചെടുത്ത് സൂര്യന്റെ ലൈറ്റ് ഒക്കെ വലിച്ചെടുത്ത് സ്വന്തമായിട്ട് അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോ മീൻസ് സെൽഫ്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പം മറ്റുള്ള ചെടികളുടെ ബോഡിയിൽ പോയിരുന്ന് അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. ഇത്തിൽക്കണ്ണി പോലെയുള്ളവർ അങ്ങനെയാണ്, മാവിലൊക്കെ പോയിരിക്കും. മാവിന്റെ വെള്ളമൊക്കെയാണ് അവർ ഊറ്റി കുടിക്കുന്നത്. അവർ പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയൊന്നും ചെയ്യുന്നില്ല. ഹെറ്ററോട്രോഫിക് തന്നെ പലതരത്തിലുണ്ട്. ഫസ്റ്റത്തെ ആണ് സാപ്രോഫൈറ്റിക്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡെഡ് ആയി അല്ലെങ്കിൽ ഡീക്കേയിങ് ആയിട്ടുള്ള ഇലകള് അതിലൊക്കെ പോയി ഇരുന്ന് ചിലത് ഫുഡ് കഴിക്കും. അവര് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണില്ല, ചത്ത് കിടക്കുന്ന സാധനങ്ങളുടെ മേത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതാണ് സാപ്രോഫൈറ്റിക്. ഇനി പാരസൈറ്റിക് എന്ന് പറയുമ്പം എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ ഇത്തിൽക്കണ്ണിയുടെ കേസ് പറഞ്ഞ പോലെ അവര് നേരെ പോയിട്ട് മാവില് പോയിരിക്കും. എന്നിട്ട് അവര് മാവ് അവരുടെ ഒരു വാസസ്ഥലമായിട്ടും കാണും. അതേപോലെ തന്നെ മാവ് ഉണ്ടാക്കുന്ന ഫുഡും വെള്ളമൊക്കെ മാവിൽ നിന്ന് ഊറ്റി കുടിക്കും. അങ്ങനെയാണ് അവര് വളരുന്നത്. അല്ലാതെ അവര് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് അവര് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷന്റെ അണ്ടറിൽ വരുന്നത്. ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിക്ചർ പ്ലാന്റ് പോലെയുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ടൈപ്പ് ഓഫ് പ്ലാന്റില്. അവർ ഇൻസെക്റ്റുകളെ കഴിച്ചാണ് ജീവിക്കുന്നത്. എന്തിനാണ് ഇൻസെക്റ്റിനെ കഴിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡീഷണൽ
നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ്. അപ്പം അതാണ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് അടുത്തത് നമുക്കൊരു സൈക്കിൾ ആണ് പഠിക്കാനുള്ളത്, നൈട്രജൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. നൈട്രജൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. നൈട്രജൻ സൈക്കിൾ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അത്. ഞാൻ ഗ്രൂപ്പ് നിങ്ങളത് വേണമെങ്കിൽ നോക്കി വരച്ചെടുത്തോ. കാരണം ഞാൻ ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. നൈട്രജൻ സൈക്കിൾ എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ, ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്. നേരത്തെ പീ പ്ലാന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ റൂട്ടില് കുറച്ച് ന്യൂഡ്യൂളുകൾ ഉണ്ട്, അത് ഫിക്സ് ചെയ്യുന്നു. എന്തായാലും അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയകൾ ഫിക്സ് ചെയ്യും. ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ എവിടെയാണുള്ളത്? പ്ലാന്റുകളിലാണ് ഉള്ളത്. ഈ പ്ലാന്റിനെ ആര് കഴിക്കും? അനിമലുകൾ കഴിക്കും. ഓക്കെ, ഈ അനിമലുകൾ ചത്തു കഴിഞ്ഞാല് അത് ഡെഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഡെഡ് ആയിട്ട് മാറും. അതേപോലെ ഈ പ്ലാന്റ്സും ഡെഡ് ആവൂലോ. അതാണ് രണ്ടിനും ഒരേ സൈഡിലേക്ക് ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഈ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിക്കോട്ടെ അനിമൽ ആയിക്കോട്ടെ ഇതിനെ വേറെ ബാക്ടീരിയകൾ വന്ന് ഭക്ഷിക്കും. അതാണ് ഡിഗ്രേഡഡ് ബൈ ബാക്ടീരിയ. ഇങ്ങനെ ബാക്ടീരിയകൾ ഭക്ഷിച്ചു കഴിയുമ്പം അവിടെ അമോണിയ ഉണ്ടാകും. അമോണിയ, ഫോർമേഷൻ ഓഫ് അമോണിയ ഇൻ സോയിൽ. കാരണം പ്ലാന്റ് ആയിക്കോട്ടെ അനിമൽ ആയിക്കോട്ടെ രണ്ടും ചത്തു കഴിയുമ്പം മണ്ണിലാണ് കിടക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം. അങ്ങനെ ആ മണ്ണില് ഈ ബാക്ടീരിയ, ആ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റോ അനിമലോ എന്താണേലും അതിനെ ബാക്ടീരിയ ഡീഗ്രേഡ് ചെയ്ത് കഴിയുമ്പം സോയിലിൽ അമോണിയ ഉണ്ടാകുന്നു. ഈ അമോണിയ നൈട്രേറ്റ്സ് ആയിട്ട് മാറുന്നു, സോയിലിൽ തന്നെ നൈട്രേറ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ നൈട്രേറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് കൂടാതെ നൈട്രേറ്റ് ഉണ്ടാകുന്നത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. എന്തായാലും സോയിലിൽ എന്തായാലും രണ്ട് രീതിയിൽ നൈട്രേറ്റ് വരുന്നുണ്ട്. ഈ നൈട്രേറ്റിനെ ബാക്ടീരിയകള് ഡെനിട്രിഫൈയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അത് രണ്ട് രീതിയിൽ ഫിക്സേഷൻ നടത്താം. ബയോളജിക്കലി നടത്താം, ബയോളജിക്കലിയും. ചാപ്റ്റർ മൊഡ്യൂൾ 2 ഫോംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ. നിങ്ങൾ ഗൈഡാണ് നോക്കണമെങ്കിൽ എനിക്കറിയില്ല ഗൈഡിലുണ്ടോന്ന്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുമ്പം രണ്ട് ടൈപ്പിലാണ് ബയോളജിക്കൽ ഫിക്സേഷൻ നടക്കുന്നത്. ഒന്ന് ഇൻഡസ്ട്രിയൽ ആയിട്ടും പിന്നെ ഒന്ന് നാച്ചുറൽ ആയിട്ടും. എന്തായാലും ഇൻഡസ്ട്രിയൽ പറയുവാണെങ്കിൽ N2 നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിരിക്കും. നൈട്രജൻ N2നെ 3 ഹൈഡ്രജൻ ആറ്റമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുവാണ്. റിയാക്ട് ചെയ്യിപ്പിക്കുമ്പം അതിന്റെ എത്ര ഡിഗ്രി ചൂടിൽ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്? രണ്ടിനെ 500 ഡിഗ്രി സെന്റിഗ്രേഡില്, 1000 ഡിഗ്രി സെന്റിഗ്രേഡ് ചെയ്താൽ മതി. അതിന്റെ ഫലമായിട്ട് ഇത് രണ്ടും റിയാക്ട് ചെയ്ത് കഴിയുമ്പം 2NH3 ഉണ്ടാകുന്നു. ഓക്കെ, NH3 എന്ന് പറഞ്ഞ അമോണിയ ആണ്. ഈ അമോണിയ അല്ലേ ഇവിടെ ഉണ്ടായത്? കണ്ടോ, ഇത് നാച്ചുറൽ ആയിട്ട് ഉണ്ടായതാ. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അമോണിയ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടില്ലേ ഈ നൈട്രേറ്റ് ഇവിടെ ഉണ്ടാകുന്നത്, നൈട്രേറ്റുകൾ ഉണ്ടാകുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, നൈട്രജന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പം 2NO ആയിട്ട് മാറും. ഇത് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന കാര്യമാണ്. അവിടെ ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുമ്പം ഈ ഓക്സിജൻ മോളിക്യൂൾ ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആവും. അങ്ങനെ 2NO ഉണ്ടാകും. 2NO എന്ന് പറയുമ്പം നൈട്രൈറ്റ് ആണ്. ഇവിടെ കണ്ടോ നൈട്രേറ്റ്, ഇവിടെ അമോണിയ ഉണ്ടായി നോർമലി, അത് നൈട്രേറ്റ് ആയി. അത് നോർമലി നാച്ചുറലി നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ.
ഇനി അടുത്തത് അമൈനോ ആസിഡിന്റെ സിന്തസൈസ് ആണ്. അമൈനോ ആസിഡ് ഈ എന്താ പറയാ, അമോണിയ ഫോം. ഓക്കെ, നേരത്തെ നമ്മൾ അമോണിയ ഫോം ചെയ്തത് കണ്ടു പ്ലാന്റ്സിൽ. ഒന്ന് നൈട്രജൻ ഫിക്സേഷൻ വഴി, രണ്ടാമത് നൈട്രൈറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് എഴുതാൻ നോക്കട്ടെ നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ അമോണിയ എന്ന് പറയുമ്പം എന്താ പറയാ, അമോണിയനെ അമൈനോ ആസിഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. പ്ലാന്റിയ അമോണിയ ഉണ്ടാവുന്നുണ്ട്. ഈ അമോണിയനെ ഭയങ്കര കിടന്ന അത് യൂറിയ ആക്കി യൂറിക് ആസിഡ് ആയിട്ട് മൂത്രത്തിലൂടെ കളയാണ് ചെയ്യുന്നത്. അതേപോലെ പ്ലാന്റ്സിലും അമോണിയ ഉണ്ടാകുന്നുണ്ട്. രണ്ട് റിയാക്ഷനിലൂടെയാണ് അമോണിയ ഇവർ ഉണ്ടാക്കുന്നത്. സോറി, അമോണിയ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ആസിഡുകളെ അങ്ങനെ പറയാം, ആസിഡുകളെ അമൈനോ ആസിഡ് ആക്കുന്നത്. ആദ്യം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്യും. അത് എഴുതാൻ എങ്ങനെയാണെന്ന് അറിയാലോ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് പ്ലസ് NH3. അത് തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യും. ഈ കാറ്റലിസ്റ്റുകളാണ് എപ്പോഴും ഇങ്ങനെ ഒരു ആരോ മാർക്കിൽ കൊടുത്തേക്കുന്നത്. ഇതിന് മുന്നും നമ്മളുടെ ഇവിടെ കണ്ടു, ഇതില്ലായിരുന്നു, 100°C കണ്ടോ, കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ ഇവിടെ കണ്ടോ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് NH3 റിയാക്ട് ചെയ്യും. ഈ ആരോ മാർക്കിന്റെ മുകളിൽ എഴുതിയേക്കുന്നത് ഒന്നില്ലെങ്കിൽ അതിന്റെ പ്രഷറോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ ആയിരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന കാറ്റലിസ്റ്റുകളോ എൻസൈമുകളോ ആയിരിക്കും. അത് ഈ ഒരു റിയാക്ഷനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നത് ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. അങ്ങനെ അമൈനോ ആസിഡ് ഉണ്ടാകുന്നു. അതായത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് ഉണ്ടാകുന്നത്. ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു അമൈനോ ആസിഡ് ആണ്. അമൈനോ ആസിഡ് 21 എണ്ണം ഉണ്ട്, 21 ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഗ്ലൂട്ടാമിക്. അപ്പൊ ഗ്ലൂട്ടാമിക് ഉണ്ടായി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അമൈനോ ആസിഡ് ഉണ്ടായി എന്നാണ്. ഈ ഒരു റിയാക്ഷനാണ് റിഡക്റ്റീവ് അമൈനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രാൻസ് അമൈനേഷൻ റിയാക്ഷൻ. ഇതില് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് അസ്പാർട്ടിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. അസ്പാർട്ടിക് ആസിഡ് ഒരു അമൈനോ ആസിഡ് ആണ്. 21 ടൈപ്പ് ഉണ്ട്, അതിൽ ഒന്നാണ്. അവിടെ ട്രാൻസമിനേഷൻ സംഭവിച്ചിട്ട് ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാവുന്നു. അതൊരു അമൈനോ ആസിഡ് ആണ്. അതുപോലെ ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ടാവാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനാണ് ട്രാൻസമിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്ലാന്റ്സിന്റെ റെസ്പിറേഷൻ ആണ്. പ്ലാന്റ്സിന് രണ്ട് രീതിയിലുള്ള റെസ്പിറേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്, എയ്റോബിക്കും അനൈറോബിക്കും. എയ്റോബിക് എന്ന് പറയുമ്പം എന്താണ്, ഓക്സിജൻ എയറിന്റെ പ്രസൻസിൽ നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഓർഗാനിക് സബ്സ്ട്രേറ്റുകളുടെ ഒരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. ഈ എയറോബിക് റെസ്പിറേഷൻ എപ്പോഴും പ്ലാന്റിലും, ഹയർ പ്ലാന്റുകൾ വലിയ വലിയ മരങ്ങളിലും അതുപോലെ തന്നെ ആനിമൽസിലും, വലിയ വലിയ മരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, പൊക്കം കൂടിയ മരമല്ല. ഇപ്പൊ പുല്ല് അതെല്ലാം തന്നെ ഹയർ പ്ലാന്റ്സ് ആണ്. പൊക്കത്തിന്റെ ഇതിലല്ല പറയുന്നത്. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മളെ കിങ്ഡം വെച്ച് നോക്കുമ്പം മൊനീറ, ഫ്രൂട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആണ് വരുന്നത്. പ്ലാന്റ് അനിമേലിയാണ് ഹയർ
ഓർഗാനിസംസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ വലിയ മരങ്ങളെന്ന് ഉദ്ദേശിച്ച് ഹയർ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഹൈറ്റ് ബേസിസ് അല്ല. ഇപ്പം പുല്ലായിക്കോട്ടെ, ബുഷസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെങ്ങ്, തേക്ക്, ആൽമരം എല്ലാം ആയിക്കോട്ടെ, അതുവരെല്ലാം തന്നെ എയറോബിക്, എയർ വലിച്ചെടുത്ത്, എയർ പുറത്തേക്ക് കളഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. അനൈറോബിക് എന്ന് പറയുമ്പം കൂടുതലായിട്ടും ഫംഗസ്, ബാക്ടീരിയ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി എന്താ പറയുക ലോവർ ഓർഗാനിസത്തിലാണ് നടക്കുന്നത്. എയർ ഉണ്ടാവില്ല, എയർ ഇല്ലെങ്കിൽ ആണ് അവർക്ക് എയറിന്റെ പ്രസൻസ് വേണ്ട അവർക്ക് ജീവിക്കാനായിട്ട്. ഓക്കെ, പിന്നെ കുറച്ച് സൈക്കിളുകളാണ് നമുക്ക് പറയാനുള്ളത്. അതിന് മുന്നേ ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സൈക്കിളുകൾ പഠിക്കാനുള്ള ഭാഗമുണ്ട്. അത് ഇപ്പം 7:51 അത് എടുത്തു കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചില്ല, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഭാഗം, റെസ്പിറേഷനെ കുറച്ച് സൈക്കിളുകളും, ആ സൈക്കിളുകളൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ക്ലാസ്സിന് മുന്നേ ഞാനത് വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടുതരാം. അപ്പൊ ഞാൻ വരച്ച് നിങ്ങൾക്ക് അയക്കുന്ന ഡയഗ്രാം ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാത്തത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പോ ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. ഇതൊക്കെ വായിച്ചെടുക്കണം. നിങ്ങളത് വായിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം കുറേ സൈക്കിളുകൾ വരുന്നുണ്ട്, അപ്പൊ പേടിക്കാനായിട്ടൊന്നുമില്ല. കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ കണ്ടോ, വെബ് സൈക്കിൾ കൊടുത്തിട്ടില്ല, നമ്മളത് വരയ്ക്കണം. കണ്ടോ, കുറെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താന്ന് വെച്ചാല് ഒറ്റ ക്ലാസ് ആയിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാ. അപ്പം ടെക്സ്റ്റിലെ സൈക്കിളുകൾ നിങ്ങൾ കാര്യമാക്കണ്ട, ഞാൻ നിങ്ങൾക്ക് തരുന്ന സൈക്കിളുകൾ പഠിച്ചാൽ മതി. അപ്പൊ സൈക്കിളിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുമ്പം നിങ്ങൾ ആ സൈക്കിൾ നോക്കിയിരുന്നാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. എളുപ്പമുള്ള സൈക്കിളുകൾ തന്നെയാ. അപ്പൊ എക്സാമിന് എനിക്ക് സൈക്കിൾ വരയ്ക്കാൻ വരുവാണെങ്കിൽ ചുമ്മാ ഇത് വരച്ച് വെച്ചാൽ മതി. എപ്പോഴും സൈക്കിൾ ചോദിക്കൂ കേട്ടോ, എപ്പോഴും സൈക്കിൾ, ഏതെങ്കിലും ഒരു സൈക്കിൾ ചോദിക്കുന്നതാണ്. ക്രെബ് സൈക്കിൾ ആണ് കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത്, അതേപോലെ തന്നെ നൈട്രജൻ സൈക്കിളും. അപ്പോ സൈക്കിൾ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ചുമ്മാ വരച്ച് വെച്ചാൽ മതി. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സൈക്കിൾ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ടെക്സ്റ്റിലെ ആ ഫോട്ടോസിന്തസിസ് ആയിക്കോട്ടെ, നിങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കണ്ട, ഞാൻ തരുന്നത് മാത്രം പഠിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് തരാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇനി ഞാൻ അടുത്ത ഒരു ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി പറഞ്ഞു വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ന്യൂട്രീഷൻ ചാപ്റ്റർ അല്ല, സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ കുറെ ചാപ്റ്ററുകൾ ഉണ്ട്. അതിലൊരു ചാപ്റ്റർ ആണ് ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ എന്ന് പറഞ്ഞിട്ട്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ബോഡിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷൻ തന്നെ പലതരത്തിലുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക് എന്താണ്, 3 തരത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് ടേമുകൾ നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഞാൻ ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഇടാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ ഈ പഠിക്കാൻ പോകുന്നതേ, നമ്മള് മനുഷ്യരില്ലേ, മൃഗങ്ങള്, ഇവരൊക്കെ ഫുഡ് കഴിച്ചു കഴിയുമ്പം എങ്ങനെയാണ് ദഹിച്ച് പുറത്തു പോകുന്നത്, ഈ ഒരു പ്രോസസ്സ് പറയാൻ പോകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുത്തു വെക്കാം. ഇഞ്ചക്ഷൻ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മനുഷ്യരെ വെച്ച് ഞാൻ പറയും, ഇപ്പൊ നമ്മൾ ഫുഡ് പാത്രത്തിൽ നിന്ന് എടുത്ത് ചവച്ച് അരച്ച് നമ്മളത് ഈ വിഴുങ്ങുവാണ്. ആ വിഴുങ്ങുന്ന വരെയുള്ള സംഭവമാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇഞ്ചക്ഷൻ. ഇനി അടുത്തത് രണ്ടാമത്തെ ടേം ആണ് ഡൈജക്ഷൻ. ഡൈജക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ദഹനം. നമ്മൾ കഴിച്ച ചോറായിക്കോട്ടെ, അതിനെ പീസ് ആക്കി കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റുന്നു, അതാണ് ഡൈജക്ഷൻ. ഇനി അടുത്ത ഒരു ടേം ആണ് എബ്സോർപ്ഷൻ. എബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച് സിമ്പിൾ ഫോമിൽ ആക്കിയിട്ടുള്ള ഫുഡ് ഇല്ലേ,
ആ ഫുഡിൽ നിന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ വലിച്ചെടുക്കും. അതാണ് അബ്സോർപ്ഷൻ. ഇനി അടുത്തതാണ് ഏസിമലേഷൻ. ഏസിമലേഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷനിൽ ആവശ്യമായിട്ടുള്ളവർ വലിച്ചെടുത്തു. ഏസിമലേഷൻ എന്ന് പറഞ്ഞാൽ ഈ വലിച്ചെടുത്തത് നമ്മുടെ ബോഡിയുടെ എല്ലാ ടിഷ്യൂസിലേക്കും എത്തിക്കണം. അല്ലേ? ഇഷ്ടംപോലെ ടിഷ്യൂ ഉണ്ട്, കാല്, കൈ, തല. കഴിച്ച ഫുഡിലെ ന്യൂട്രീഷൻസ് എല്ലാം സെല്ലുകളിലേക്ക് എത്തിക്കണം. ആ സെല്ലിലേക്ക് എത്തുന്ന പ്രോസസ്സിനാണ് ഏസിമലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ആണ് ഇജക്ഷൻ. ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂറിനിലൂടെയും ഫീസസിലൂടെയും ഒക്കെ പുറത്തേക്ക് പോകും, ആവശ്യമില്ലാത്തത്. അതാണ് ഇജക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും ടേം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പാറ്റയുടെ സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഡൈജക്ഷൻ ഒക്കെ ചോദിക്കുന്നതാ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്തു വെച്ചെന്നേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് സൈക്കിളുകൾ പഠിപ്പിച്ചു തരാം. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 2 ആണ് എത്തിയിട്ടുള്ളത്. വലിയൊരു ചാപ്റ്റർ ആണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 എവിടെ? ടെക്സ്റ്റ് മൊഡ്യൂൾ 2 കണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൊഡ്യൂൾ 2. നമ്മൾ എവിടെ എത്തിയേക്കുന്നതെന്ന് പറയട്ടെ. നമ്മൾ ഇതുവരെ നൈട്രജൻ കണ്ടോ? മൊഡ്യൂൾ 2 പല ചാപ്റ്റേഴ്സ് ഉണ്ട്. റൂട്ട് സിസ്റ്റം, 7 ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നൈട്രജൻ മെറ്റബോളിസം. ഇത്രയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇഷ്ടം പോലെ കിടക്കുക. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചല്ല കേട്ടോ, പറഞ്ഞു തന്നെയാ. പിന്നെ നമ്മള് നൈട്രജൻ മെറ്റബോളിസം വരെ, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, ഇതിലാണ് സൈക്കിളുകൾ വരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഈ ന്യൂട്രീഷൻ ആൻഡ് ഡൈജക്ഷൻ, ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ നിങ്ങളെപ്പം, ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നിങ്ങളെപ്പം പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പൊ നമുക്കുള്ളതില് മൊഡ്യൂൾ 2 ആണ് ഏറ്റവും വലുത്. കണ്ടോ? ഇതിൽ കൊടുത്തിട്ടുണ്ട് മൊഡ്യൂൾ 2 കണ്ടോ? ഏറ്റവും വലുത് മൊഡ്യൂൾ 2 ആ. ലാസ്റ്റ് മൊഡ്യൂളൊക്കെ ഏറ്റവും എളുപ്പമാ. ഇനിയുള്ളതൊക്കെ ഏറ്റവും എളുപ്പമാ. എൻവിയോൺമെന്റ് ആൻഡ് ഹെൽത്ത് ഇല്ലേ, ഇതിൽ കണ്ടോ? നോക്കിയേ, പൊല്യൂഷൻ ഒക്കെ, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാം. ഞാൻ പഠിപ്പിച്ചൊക്കെ തരും, എന്നാലും നമുക്ക് ഉണ്ടാക്കി എഴുതാനൊക്കെ പറ്റും. സോയിൽ പൊല്യൂഷൻ എങ്ങനെ ഉണ്ടാവുന്നത്, എയർ പൊല്യൂഷൻ എങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ. എന്നാലും കുറച്ചൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ മൈക്രോബയോളജിയിൽ പഠിക്കാനുണ്ട്, പക്ഷെ അത് എളുപ്പമാണ്. പിന്നെ റീപ്രൊഡക്ഷൻ ഇച്ചിരി ടഫാണ്. ഈ ജെനറ്റിക്സ് ആൻഡ് സൊസൈറ്റി കണ്ടോ? ജെനറ്റിക്സ് മുതൽ താഴേക്ക് ഇച്ചിരി ടഫാ. പിന്നെ റീപ്രൊഡക്ഷൻ അതൊക്കെ കുറച്ചും കൂടി എളുപ്പമല്ല, പക്ഷെ നമ്മുടെ ബോഡിയിലെ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെൻസ്ട്രേഷൻ, പ്രഗ്നൻസി. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഈ റീപ്രൊഡക്ഷനിൽ വരുന്നത്. ഹെറിഡിറ്റി ടഫ് ആണെങ്കിലും റീപ്രൊഡക്ഷൻ ടഫ് ആണില്ല എന്നല്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പറഞ്ഞില്ല, നമ്മുടെ ബോഡിയിലെ കാര്യങ്ങളായതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടിരിക്കാനായിട്ട്. ഡയഗ്രങ്ങളൊക്കെ വരയ്ക്കാൻ വരുന്ന ഒരു ഭാഗമാണ്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്തത് ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷമാണെങ്കിലും കഴിഞ്ഞ ബാച്ചിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അത് മെയിലോ അങ്ങനെ എന്തോ തോന്നുന്നു, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ഞാനപ്പോ നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പൊ എല്ലാവരും ലീവ് ചെയ്തോട്ടോ.